الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسل بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد. اللهم بارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأرسلنا عليهم ريحا صرصرا في أيام نحسات لنذيقهم عذاب الخزي في الحياة الدنيا ولعذاب الآخرة أخزى وهم لا ينصرون. صدق الله العظيم. قال سيدنا محمد رسول الله صلى الله عليه وسلم وقال صلى الله عليه وسلم ليس منا من تطير. صدق رسول الله صلى الله عليه وسلم. وقال صلى الله عليه وسلم يسب بنو آدم الدهر وأنا الدهر بيدي الليل والنهار. صدق رسول الله صلى الله عليه وسلم. പ്രിയ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇബാദുകളായ നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള പുണ്യമുള്ള മഹത്വമുള്ള പല സന്ദർഭങ്ങളും അവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നൽകിയിട്ടുണ്ട്. ചില സ്ഥലങ്ങൾക്കും ചില സമയങ്ങൾക്കും അല്ലാഹു വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതൊക്കെ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ മക്ക ലോകത്തെ ഏറ്റവും പുണ്യമുള്ള സ്ഥലമാണ്. പിന്നെ പുണ്യമുള്ള സ്ഥാനം പരിശുദ്ധമായ മദീന. മറ്റൊരു പുണ്യമുള്ള സ്ഥാനമാണ് മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ്. സമയങ്ങളിൽ ദിവസങ്ങളിൽ പുണ്യമുള്ള ദിവസമാണ് ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ട വെള്ളിയാഴ്ച. വിശുദ്ധ റമദാൻ പുണ്യമുള്ള ദിനങ്ങളാണ്. അങ്ങനെ മഹത്തായ ദിവസങ്ങളും സ്ഥാനങ്ങളും അല്ലാഹു നമുക്ക് അനുഗ്രഹമായി നൽകിയിട്ടുണ്ട്. എന്നാൽ നേരത്തെ ജാഹിലിയ കാലഘട്ടത്തിൽ വിശ്വസിച്ചു വന്ന നടന്നു വന്ന ചില ആചാരങ്ങളും വിശ്വാസങ്ങളും തനി ജാഹിലിയ സിദ്ധാന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഉത്തമ സമുദായത്തിന് വിരോധിച്ചതായി നമുക്ക് കാണാൻ കഴിയും. നേരത്തെ ചില അന്ധവിശ്വാസങ്ങൾ ആ പ്രാചീന അറബികളിൽ നടന്നു വന്നിട്ടുണ്ട്. അതിൽ പെട്ട ഒരു വിഷയമാണ് ചില ദിവസങ്ങൾക്ക് ചില മാസങ്ങൾക്ക് ദുശ്ശഗുണം കാണുക എന്നുള്ളത്, അഥവാ ഒരു ദുർലക്ഷണം കാണുക എന്നുള്ളത്. അതിന് അറബിയിൽ തതയ്യുർ ശുഉം എന്നൊക്കെ പറയും. അതേപോലെ ജീവജാലങ്ങളെ കൊണ്ട് ചില ജീവികളെ കൊണ്ട് ലക്ഷണം മനസ്സിലാക്കുന്നത് ഒരു പക്ഷി വലതുഭാഗത്തൂടെ പറന്നുപോയാൽ നല്ലതും ഇടതുഭാഗത്തൂടെ പറന്നുപോയാൽ അതൊരു ദുശ്ശഗുണമായി കാണുന്ന ഒരവസ്ഥ നേരത്തെയുണ്ടായി. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിശ്വാസത്തെ നബി തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഇടയിൽ തന്നെ ദിവസങ്ങൾ
ചില ദിവസങ്ങൾ നഹ്സുകളായും ചില ദിവസങ്ങൾ അതിൻ്റെ നേരെ എതിരായി സഅദായും മനസ്സിലാക്കുന്ന ഒരു ശൈലി നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയകമായി ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ത് എന്ന് നാം ഋഷമായ നിലക്ക് ഇവിടെ അവതരിപ്പിക്കുന്നു. ഒരു പ്രത്യേക സമയത്ത് ആ സമയത്ത് ദുർലക്ഷണം ഉണ്ട്, ശുഉമുണ്ട്, ആ സമയം നല്ലതല്ല എന്ന് മനസ്സിലാക്കുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ സാധുവല്ല എന്നാണ് മഹാനായ ഹാഫിൽ ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു തന്റെ ലതായിഫുൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. അമ്മാ തഖ്സീസു ശുഉം ബിസമാനിൻ ദൂന സമാൻ കശഹരി സഫറിൻ ഔ ഗൈരിഹി ഫഗൈറു സഹീഹ് വഇന്നമ الزമാനു കുല്ലുഹു ഖൽഖുല്ലാഹ്. ഒരു പ്രത്യേക സമയത്ത് ആ സമയത്ത് ദുർലക്ഷണം ഉണ്ട്, ഒരു ശരിയായ സമയമല്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ സഫർ മാസം പോലെ എന്ന് മഹാനവറുകൾ പറയുക, ആ വിഷയം ശരിയല്ല. കാലം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഒരു സമയം നല്ലതും ഒരു സമയം മോശവും എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു തന്റെ ലവാഖിഉൽ അൻവാറുൽ ഖുദ്സി എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ ഒരു വിഷയം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പൊതുവായ ഒരു ഖറാർ നമുക്ക് വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട വിഷയമാണ് അല്ലാ നസുബ്ബത് ദഹ്റ അല്ലദി നഹ്നു ഫീഹി യഅനി അസ്സമാൻ. കാലത്തെ അഥവാ സമയങ്ങളെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ളത്. ഇന്ന സമയം ശരിയായ സമയമല്ല, അതൊരു ലക്ഷണം കെട്ട സമയമാണ് എന്ന് പറഞ്ഞ സമയത്തെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്ന ഒരു ഖറാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഒരു ഉടമ്പടി നബി തങ്ങൾ നമ്മോട് ചെയ്തിട്ടുണ്ട്. അതൊരു ഇസ്ലാമിക വീക്ഷണത്തിൽ കാലഘട്ടത്തെ ചീത്ത പറയുന്നത്, ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് അവിടുന്ന് പഠിപ്പിച്ചത്. അവിടുന്ന് പറഞ്ഞു, മനുഷ്യർ കാലത്തെ ചീത്ത പറയുന്നു, എന്നാൽ കാലത്തെ നിയന്ത്രിക്കുന്നത് ഞാനാണ്. قال صلى الله عليه وسلم يسب بنو آدم الدهر وأنا الدهر بيدي الليل والنهار. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇത് കാണാൻ കഴിയും. മനുഷ്യർ കാലത്തെ ചീത്ത പറയുന്നു, കാലത്തെ നിയന്ത്രിക്കുന്നത് ഞാനാണ്. അതിന്റെ താല്പര്യം കാലത്തെ ചീത്ത പറയാൻ പാടില്ല എന്നുള്ളതാണ്. ലൈസ മിന്നാ മൻ തതയ്യർ. നമ്മിൽ ചില ആളുകൾ തന്നെ ലക്ഷണം നോക്കുന്നവരുണ്ട്, ശകുനം നോക്കുന്നവരുണ്ട്. അവർ നമ്മിൽ പെട്ടവരല്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബസ്സാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇത് വ്യക്തമായി പഠിപ്പിക്കുന്നു. അങ്ങനെ ലക്ഷണം നോക്കി ഏത് വിഷയങ്ങളിൽ നിന്നും പിന്തിരിയുന്നത് ശരിയല്ല. അവർ ഉദ്ദിഷ്ട സ്ഥാനത്തേക്ക് എത്തുകയില്ല. അവർക്ക് യാതൊരു പദവിയും ജീവിതത്തിൽ എത്തിക്കാൻ കഴിയില്ല എന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. ലൻ യനാല ദറജാതിൽ ഉലാ മൻ തകഹന ഔ ഇസ്തഖ്സമ ഔ റജഅ അൻ സഫറിൻ തതയ്യുറൻ. ലക്ഷണം നോക്കി ഇന്ന് യാത്ര പോകുന്നത് ഒരു ദുർലക്ഷണമാണ് എന്ന് മനസ്സിലാക്കി യാത്ര പോകാൻ ഉദ്ദേശിച്ച ആളുകൾ യാത്രയിൽ നിന്ന് പിന്തിരിയുക എന്നുള്ളത് ശരിയല്ല. അങ്ങനെയുള്ളവർ ഒരു ഉന്നതമായ പദവിയും എത്തിക്കുകയില്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അതിലാണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പല അന്ധവിശ്വാസങ്ങളും ലോകത്ത് നടന്നു വന്നെങ്കിലും അതൊക്കെ ഓരോന്നോരോന്ന് നബിതങ്ങൾ നിരോധിച്ച് അവിടുത്തെ സഹാബത്തിന്റെ വിശ്വാസം
ശരിപ്പെടുത്തുകയായിരുന്നു. എന്നിരുന്നാലും മനസ്സിൽ ചില വിഷയങ്ങൾ കടന്നു വരുന്നത് കൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത് ലാ അജ്വ വലാ തിയറത വശൂം ഫീ സലാസ്, ലാ അജ്വ വലാ തിയറത വശൂം ഫീ സലാസ് ഫിൽ മർഅതി വദ്ദാരി വദ്ദാബ്. രോഗത്തിന് സ്വയം പകർച്ചയില്ല, ലക്ഷണം നോക്കുന്നതും ശരിയല്ല. എന്നാൽ ഒരു ദുർലക്ഷണമായി വല്ല വിഷയത്തിലും കാണുന്നുവെങ്കിൽ അത് 3 വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. ഒന്ന് അവന്റെ ഭാര്യ, മറ്റൊന്ന് അവന്റെ വീട്ടിൽ, മറ്റൊന്ന് അവന്റെ വാഹനത്തിൽ. ഭാര്യ, വീട്, വാഹനം, ഈ 3 വിഷയത്തിൽ മാത്രമേ ഒരു ദുർലക്ഷണം ഉള്ളൂ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് ഇത് പറയുന്നത്. അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വഇൻ കാനത് തിയറതു ഫി ഷൈഇൻ, വല്ല വസ്തുവിലും അങ്ങനെ ദുർലക്ഷണം ഉണ്ടെങ്കിൽ ഈ 3 വിഷയത്തിലേ ഉള്ളൂ എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് ഇന്നമാ ഖാല ഇന്ന അഹ്ലൽ ജാഹിലിയ്യതി കാനൂ യതതയ്യറൂന മിൻ ദാലിക. ഈ 3 വിഷയത്തിൽ ഒരു ദുർലക്ഷണമുണ്ട് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു എന്ന് ആയിഷ ബീവിയോട് പറഞ്ഞപ്പോൾ ആയിഷ ബീവി രോഷാകുലയായി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഈ ജാഹിലിയ കാലഘട്ടത്തിലുള്ളവർ അവരാണ് ഈ വിഷയത്തിൽ ദുർലക്ഷണം കണ്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുകയല്ല ചെയ്തത്. ഇവർ ആ വീട്ടിലും വാഹനത്തിലും ഭാര്യയിലും ദുർലക്ഷണത്തെ കണ്ടു എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സ്ഥിരപ്പെടുത്തുകയായിരുന്നില്ല എന്ന് ആയിഷ ബീവി പറഞ്ഞതായി ഫത്ഹുൽ ബാരി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇബ്നുൽ അറബി തങ്ങൾ പറയുന്നത് ഇതിന്റെ ആശയം അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ല വസ്തുവിലും ശുഉമിനെ ഒരു ദുർലക്ഷണത്തെ സൃഷ്ടിക്കുകയാണെങ്കിൽ അതൊരു ആദിയായ ഒരു പതിവനുസരിച്ചിട്ടുള്ള വിഷയമാണ്. അത് ഫഇന്നമാ യഖ്ലുഖുഹു ഫീ ഹാദിഹിൽ അഷ്യാ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് ഒരു പതിവനുസരിച്ചുള്ള വിഷയമാണ്. വൽ ഹസ്റു ഫീഹാ ബിനിസ്ബതി ഇലൽ ആദ, ശറഈന്റെ കാഴ്ചപ്പാടിൽ അല്ല. ഒരു സാധാരണ പതിവനുസരിച്ച് നടന്നു വരുന്ന ഒരു വിഷയമായി മാത്രമേ ഇതിനെ കണക്കാക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഇബ്നുൽ അറബി തങ്ങൾ ഇതിന്റെ ആശയം വിശദീകരിച്ചിട്ടുണ്ട്. ഇതും ഫത്ഹുൽ ബാരി 2ാം വാള്യം 71ാം പേജിൽ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇതൊരു ദീനിയായ വിഷയമല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഒരു സാധാരണ ഒരു പതിവനുസരിച്ച് ജനങ്ങൾ കാണുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 3 വിഷയത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്നാണ് ഇബ്നുൽ അറബി തങ്ങൾ പഠിപ്പിച്ചത്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ ആശയത്തിന് എതിരായ എല്ലാ വിഷയങ്ങളും അത് അരുത് എന്ന് പഠിപ്പിച്ചതാണ്. ആ വിഷയം തന്നെയാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തന്നത്. നമ്മൾ ഒരു വിഷയത്തിൽ ദുർലക്ഷണം കാണാൻ പാടില്ല, കാലഘട്ടത്തെ കുറ്റപ്പെടുത്താൻ പാടില്ല, ഇന്ന സമയം തെറ്റാണ്, മോശമാണ്, ഇന്ന സമയം നല്ലതാണ് എന്ന് പറയാൻ പറ്റില്ല. ചില സമയങ്ങൾക്ക് പുണ്യമുണ്ട്, ബറക്കത്തുണ്ട് എന്നത് വേറെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോകുന്ന സന്ദർഭത്തിൽ വ്യാഴാഴ്ചയായിരുന്നു ഇഷ്ടപ്പെടാറ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണും തബൂക്ക് യുദ്ധത്തിൽ വ്യാഴാഴ്ചയായിരുന്നു നബി തങ്ങൾ പുറപ്പെട്ടത്. വകാന യുഹിബ്ബു അൻ യഖൂദ യൗമുൽ ഖമീസ്, വ്യാഴാഴ്ച ദിവസം തങ്ങൾ പുറപ്പെടാൻ ഇഷ്ടപ്പെടുകയായി എന്ന് സഹീഹ് ബുഖാരിയിൽ കാണാം.
അപ്പൊ വ്യാഴാഴ്ച നബി തങ്ങൾ യാത്ര പോകുന്നതിന് ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ അതൊരു വ്യാഴാഴ്ച യാത്ര പോകുന്നത് സുന്നത്താണെന്ന് പണ്ഡിതന്മാർ വിധിച്ചിട്ടുണ്ട്. പക്ഷേ വ്യാഴാഴ്ച യാത്ര പോവാൻ കഴിയാതെ വന്നാലോ അടുത്ത വ്യാഴാഴ്ച വരെ കാത്തിരിക്കണോ? അല്ലെങ്കിൽ വ്യാഴാഴ്ച കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ദിവസങ്ങളൊക്കെ ഒരു ലക്ഷണം കെട്ട ദിവസമാണ്, യാത്ര പോകരുത് എന്നുള്ള ഒരു വിശ്വാസം സമുദായത്തിന് പറ്റുമോ? അത് പറ്റില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നഹു ഖറജ ഫീ ബഅദി അസ്ഫാരിഹി യൗമ അസ്സബ്ത്, ചില യാത്രയിൽ ശനിയാഴ്ചയും പുറപ്പെട്ടതായി സംഭവം തെളിയിക്കുന്നു. വ്യാഴാഴ്ച മാത്രമല്ല, ചില യാത്ര ശനിയാഴ്ചയും നബി തങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇതും സഹീഹ് ബുഖാരിയിൽ തന്നെ കാണാവുന്നതാണ്. ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു സംഭവമാണ് ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബൂരിക ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, എന്റെ സമുദായത്തിൽ പ്രഭാത സമയത്ത് ഒരു ബറക്കത്തുണ്ട്. ഏതൊരു വിഷയവും ചെയ്യാൻ ഏറ്റവും ബറക്കത്തുള്ള സമയമാണ് പ്രഭാത സമയം എന്ന് അവിടെ ഹാഫിദ് ബിൻ ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നത്, ഈ പ്രഭാത സമയം അല്ലാതെ യാത്ര പോകാൻ പറ്റുകയില്ലെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. ഈ പ്രഭാത സമയം അല്ലാത്ത സന്ദർഭത്തിൽ യാത്ര പോകൽ അനുവദനീയമാണെന്നതിനെ തടയപ്പെടുന്നില്ല. ഒരാൾക്ക് അങ്ങനെ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും പുണ്യം, ബറക്കത്ത്. വഇന്നമാ ഖസ്സൽ ബുകൂറ ബിൽ ബറക്കത്തി ലികൗനിഹി വഖ്ത നശാ, ഈ രാവിലെ പ്രഭാത സമയം പ്രധാനമായി പറഞ്ഞത് ആ സമയത്ത് ഒരു പ്രത്യേകമായ ബറക്കത്തുണ്ട്. എന്തുകൊണ്ടാണ്? അതിൽ കൗനി വഖ്ത നശാ, ഒരു പ്രത്യേക ഉന്മേഷം മനുഷ്യനിക്കുള്ള സന്ദർഭമാണ്. രാവിലെ ഏത് വിഷയവും ചെയ്യാൻ ഒരു ഉന്മേഷമാണ്. അതുകൊണ്ടാണ് ആ സമയം പ്രത്യേകം എടുത്തു പറഞ്ഞത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ബുക്കൂറിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട്, അതിൽ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റു സന്ദർഭങ്ങളൊക്കെ ശൂമായി ലക്ഷണക്കേടായി കാണാൻ പാടില്ല. അങ്ങനെ മനസ്സിലാക്കി പോകും എന്ന് വിചാരിച്ചിട്ടാണ് നബി തങ്ങൾ ഉച്ച സമയത്തും സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങിയതിന് ശേഷം ദുഹറിന് ശേഷം പുറപ്പെട്ടതായി സഹീഹ് ബുഖാരിയിൽ കാണാം. വഫിൽ ബുഖാരി ബാബുൽ ഖുറൂജ് ബഅദൽ ദുഹർ, ദുഹറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പുറപ്പെട്ടതായി സഹീഹ് ബുഖാരിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ കാലത്ത് ബറക്കത്തുണ്ട് എന്ന് പഠിപ്പിച്ച നബി തങ്ങൾ തന്നെ എന്റെ സമുദായം വെറും പ്രഭാത സമയം നോക്കി ആ യാത്ര നഷ്ടപ്പെട്ടു നടത്തരുത്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, ഒരു അത്യന്താപേക്ഷിതമായ സന്ദർഭം, യാത്ര ചിലപ്പോൾ ഉച്ചക്കും പോകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതേപോലെ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഒരു ആശയമാണ് മാസത്തിന്റെ അവസാനം യാത്ര പോകുന്നത് ശരിയല്ല എന്നൊരു വിശ്വാസം. മാസത്തിന്റെ ആദ്യത്തിലോ മധ്യത്തിലോ അല്ലാതെ അവസാനത്തിൽ യാത്ര പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാസത്തിന്റെ അവസാനത്തിലും യാത്ര പുറപ്പെട്ടതായി സഹീഹ് ബുഖാരിയിൽ തന്നെ കാണാം. ബാബുൽ ഖുറൂജി ആഖിറ ശഹർ. അപ്പം ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ നമുക്ക് പാടില്ല. അതുകൊണ്ടാണ് വിവിധങ്ങളായ ഘട്ടങ്ങളിൽ, സമയങ്ങളിൽ നബി തങ്ങൾ ആ വിഷയം നമുക്ക് മനസ്സിലാക്കി. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നത്, റദ്ദൻ അലാ മൻ കരിഹ ദാലിക മിൻ തരീഖി ഫിറ,
ഈ ദുർലക്ഷണം മനസ്സിലാക്കുക എന്ന മാർഗത്തിൽ ഇതിനെ അനിഷ്ടമായി കണ്ട ആളുകൾക്ക് മറുപടിയായിട്ടാണ് അതിനെ ആശയം റദ്ദ് ചെയ്തുകൊണ്ടാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. മാസത്തിന്റെ അവസാനത്തിന്റെ വിധങ്ങൾ പുറപ്പെട്ടു എന്ന ഹദീസിന്റെ ആശയം ഇത്തരം ഒരു ദുഷിച്ച ചിന്താഗതി, മാസത്തിന്റെ അവസാനത്തിൽ യാത്ര പോകുന്നത് വെറുക്കപ്പെട്ടതാണെന്നുള്ള ആ ആശയം റദ്ദ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഹദീസ് കൊണ്ടുവന്നത് എന്നാണ്. ചുരുക്കത്തിൽ ഒരു സമയത്ത് ആ ആദ്യഘട്ടത്തിലാവട്ടെ, മധ്യഘട്ടത്തിലാവട്ടെ, അവസാന ഘട്ടത്തിലാവട്ടെ ഒരു ദുർലക്ഷണം കാണുന്ന, ഒരു ശകുനം കാണുന്ന ഒരു സ്വഭാവം ഇസ്ലാമിൽ പാടില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടപടിക്രമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ സഫർ, സഫറിൽ ഒരു ദുർലക്ഷണം കാണലേ ഇല്ല. സഫർ മാസം മുഴുവനാ പറഞ്ഞു, പിന്നെ ഒടുവില ബുധനായി ചോദിച്ചിട്ടൊന്നുമില്ല. സഫർ മാസം മുഴുവനും ദുർലക്ഷണം കാണലില്ല. ഈ സഫറിനൊരു ദുർലക്ഷണം ആ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പ് തന്നെ സഫർ മാസം ഉണ്ടല്ലോ, അത് പണ്ടേ ഉണ്ട്. ലോകം തുടങ്ങിയ തോന്നലുണ്ടല്ലോ മാസം ദിവസം. അപ്പൊ സഫറിന് അവർ ദുർലക്ഷണം നേരത്തെ കണ്ടിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ആശയത്തെ ഖണ്ഡിച്ചു പറഞ്ഞു, ലാ സഫറ, സഫറിനൊരു ദുർലക്ഷണം കാണലില്ല. ഇതിന് വേറെയും പല അർത്ഥങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞു. സഫർ എന്ന് പറയുന്നത് ഒരു മാരകമായ രോഗമാണ്. ഇന്ന് പിടിപെടുന്ന ഒരു ക്യാൻസർ രോഗം പോലെ. ആ രോഗം വന്നാൽ മരിച്ചു പോകും എന്നുള്ള വിശ്വാസം അന്നുണ്ടായിരുന്നു. ആ വിശ്വാസം ശരിയല്ല. ഏത് മാരകമായ രോഗമുണ്ടായിരുന്നാലും മരണം അല്ലാഹുവിന്റെ ഖദാ കൊണ്ടേ നടക്കുള്ളൂ. ആ രോഗം വന്നതുകൊണ്ട് മരിച്ചു പോകും എന്നുള്ള വിശ്വാസം ശരിയല്ല. ഈ കാലഘട്ടവും അങ്ങനെ. നമ്മുടെ ഈ കാലത്ത് ഒരാൾക്ക് ക്യാൻസർ എന്ന ഡോക്ടർ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാരും വനമയ്യത്താക്കി. ഇനി എത്രയെങ്കിലും അങ്ങനെ പോകുന്നത് പോലെ പോക്കാന്ന് ആശുപത്രിയിൽ ചികിത്സിക്കാൻ തന്നെ ഒരു സന്മനസ് ഉണ്ടാവും. പക്ഷെ അത് ശരിയല്ല. ക്യാൻസർ രോഗം പിടിപെട്ട ആൾ തന്നെ എന്റെ അറിവിൽ തന്നെ ഒരു 20-25 വർഷത്തോളായി ജീവിക്കുന്നു. ക്യാൻസർ ആണെന്ന് ഡോക്ടർ വിധിച്ചു. അപ്പം സഫർ എന്നത് മാരകമായ രോഗം അന്നുണ്ട്. അത് വന്നാൽ മരിക്കും എന്നുള്ള വിശ്വാസം അത് ശരിയല്ല. അപ്പൊ സഫറിന് അങ്ങനെ ഒരു അർത്ഥം സഹീഹ് ബുഖാരി ഉദ്ധരിച്ച ഹദീസിന്റെ അർത്ഥം ഹാഫിദ് ഇബ്നു അസ്ഖലാനി റഹിമഹുല്ലാഹ് വിശദീകരിച്ചിട്ടുണ്ട്. അതിന് പുറമെ തന്നെ ഈ ഒരു ആശയത്തെയും ഗണ്ണിക്കലാണ് എന്ന് മഹാന്മാർ തന്നെ വിശദീകരിച്ചു. ഒരു വാചകത്തിൽ തന്നെ വിവിധ ആശയങ്ങൾ സമർത്ഥിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധ വാക്യത്തിന്റെ പ്രത്യേകതയാണ്. ഒരു ആശയം മാത്രമായിരിക്കുകയില്ല പറയുന്നു. ഇഖ്റഉ അലാ മൗതാകും യാസീൻ, മരിച്ചുപോയ ആളുകളുടെ മേൽ യാസീൻ ഓതണം എന്നതിനർത്ഥം. മരണമാസന്നമായ ആളുകൾക്കും യാസീൻ ഓതണം എന്നതും ആ ഹദീസിന്റെ അർത്ഥം തന്നെയാണ്. രണ്ട് ആശയവും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വാചകം പറയുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാചകത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് തന്റെ ലതായിഫുൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിൽ പറയും, ലാ സഫർ എന്ന ആ വാചകത്തിന്റെ ഉദ്ദേശം അന്നൽ മുറാദ് അന്ന അഹ്ലൽ ജാഹിലിയ്യ കാനൂ യതശാഅമൂന ബിസഫർ യഖൂലൂൻ ഇന്നഹു ശഹ്റുൻ മശ്ഊബ്.
സഫർ എന്നത് ഒരു ഗുണം കെട്ട് ലക്ഷണമില്ലാത്ത മാസമാണ്, ദുശ്ശകുനമുള്ള ഒരു മാസമാണ് എന്ന് ആ ജാഹിലിയാക്കൾ വിശ്വസിച്ചിരുന്നു. ഈ വിശ്വാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാത്തിലാക്കുകയാണ്, നിഷ്ഫലമാക്കുകയാണ് ഈ വാചകം കൊണ്ട്. ലാ സഫറ, അങ്ങനെ സഫറിനൊരു ദുർലക്ഷണം കാണലില്ല എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചത്. വകസീറുൻ മിനൽ ജുഹാൽ യതശാഅം ബിസഫർ വറുബമാ യൻഹാ അനിസ് സഫരി ഫീ വതശാഅം ബിസഫർ വ മിൻ ജിൻസി തിയറത്തിൽ മൻഹിയൻഹാ. സഫറിനൊരു ദുർലക്ഷണം കാണുക എന്നുള്ളത് ആ ജാഹിലിയ സ്വഭാവമായിരുന്നു. ആ സഫറിൽ യാത്ര പോവുക എന്നതുപോലും അവർ വിരോധിച്ചിരുന്നു. സഫറിൽ അവർ യാത്ര പോകാറില്ല. ഈ ഒരു ആശയത്തെ നബി തങ്ങൾ ഇല്ലായ്മ ചെയ്യുകയാണ്, ആ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് നബി തങ്ങൾ ചെയ്യുന്നത്. അതേപോലെ ബുധനാഴ്ച ദിവസവും ഒരു നഹ്സുള്ള ദിവസമായി അവർ കണ്ടില്ല. ഷുഉം എന്ന് പറയുന്നത് നഹ്സ് എന്ന അർത്ഥത്തിലാണ്. അതാണ് നഹ്സ് എന്ന് പറയുന്നത്. നഹ്സിന്റെ അർത്ഥം ഷുഉം എന്നാണ്. ദുർലക്ഷണം കാണുക, മോശമായതിനെ കാണുക. ഈ ബുധൻ എന്ന ദിവസത്തെ ഈ ജാഹിലിയാക്കൾ അതിനൊരു ദുർലക്ഷണം കണ്ടിരുന്നു, ദുശ്ശകുനം കണ്ടിരുന്നു. وقد روي أنه يوم نحس مستمر في حديث لا يصح. സഹിഹല്ലാത്ത ഒരു ഹദീസിൽ ബുധനാഴ്ചയെ സംബന്ധിച്ച് അത് യൗമു നഹ്സ് മുസ്തമിർ, സ്ഥിരപ്പെട്ട നഹ്സിന്റെ ദിവസമാണ് എന്ന് വന്നിട്ടുണ്ട്. ആ ഹദീസ് സഹിഹല്ല എന്നാണ് മഹാനായ ഇബ്ൻ റജബ് വ്യക്തമാക്കുന്നത്. وكذلك تشاؤم أهل الجاهلية بشوال في النكاح فيه خاصة. ഷവ്വാലിൽ വിവാഹങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊരാശയവും അന്ന് നിലവിലുണ്ടായിരുന്നു. ഇത് നമുക്ക് ഇന്നില്ല. നമുക്ക് നിലവിലുള്ളതെന്ന ഉടൂലബുധ നഹ്സാണ്, സഫർ നഹ്സാണ് എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ. അപ്പൊ നേരത്തെ അത് വന്ന ആ പരമ്പരാഗതമായി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിക്ക് സ്പർശിക്കാതെ ജാഹിലിയ നേരത്തെ വന്ന ആ സ്വഭാവം, ആ ശൈലിയാണ് ഇപ്പോൾ നമ്മളിൽ കടന്നു വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി തങ്ങൾ അതിനെ ഈ ലോകത്ത് നിഷ്കാസനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നഹ്സായി കണക്കാക്കാൻ പാടില്ല, കാലഘട്ടത്തിനൊരു നഹ്സ് കണക്കാക്കാൻ പാടില്ല എന്ന് നബി തങ്ങളുടെ പാഠമാണ്, അവിടുന്ന് പഠിപ്പിച്ച മഹത്തായ സന്ദേശമാണ്. ശവ്വാലിൽ നിക്കാഹ് നടത്താൻ പാടില്ല എന്നൊരാശയം ജാഹിലിയ ആശയമായി. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവും. നമ്മൾ യാത്ര പോയി നോക്കുമ്പോ ഗൾഫിലെല്ലാം പോയി വലിയ മോശം തന്നെ, ഒരു ജോലിയൊന്നും കിട്ടിയില്ല, തിരിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ യാത്ര പോയ ചിന്ത അവസ്ഥയായി. അതുകൊണ്ടാണ് എനിക്ക് വളരെ മോശമായി വന്നത് എന്നുള്ള ചിന്ത. എന്തെങ്കിലും ഒരു കാരണം പറ്റുമോ? പറ്റില്ല. അള്ളാഹുവിന്റെ ഖദാകൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത്. ശവ്വാലിൽ വിവാഹം ചെയ്യാൻ പാടില്ല എന്നുള്ള ചിന്താഗതി ആ അറബികളിൽ കടന്നു വന്നത് എങ്ങനെയാ? അത് ശവ്വാൽ ഒരു വർഷം ഉണ്ടല്ലോ ശവ്വാലിൽ വല്ലാത്ത താവും പ്ലേഗ് രോഗം പിടിപെട്ടു. ശവ്വാൽ മാസത്തിൽ പ്ലേഗ് രോഗം പിടിപെട്ടു. ഫമാത ഫീഹി കസീറുൻ മിനൽ അറായിസ്, കുറേ ഈ അറായിസ് അതായത് പുതിയാപ്പിളമാർ മരിച്ചുപോയി. വിവാഹം കഴിച്ച് വരന്മാരുണ്ടല്ലോ,
ആ താഴൂരിൽ കുറെ അങ്ങ് മരിച്ചു. അപ്പോ ഫതശാമ ബിദാലിക അഹ്ലുൽ ജാഹിലിയ്യ, അത് കാരണമായി ശവ്വാലിനൊരു ദുർലക്ഷണം. ശവ്വാല് നിക്കാഹിന് പറ്റിയ മാസമല്ല. കാരണം ആ മാസത്തിൽ വിവാഹം നടന്ന എല്ലാ വരന്മാരും മയ്യിത്തായി ഇനി വിവാഹം ചെയ്യാൻ പാടില്ല എന്നവനൊരു ആശയം. വഖദ് വറദ ശർഉ ബിഇബ്താലി, ശർഉ ഇസ്ലാമിന്റെ നിയമം, ആ നിയമത്തെ, ആ ആശയത്തെ, ആ ജാഹിലിയ സിദ്ധാന്തത്തെ ഒളിച്ചു കളഞ്ഞു. ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറയുകയാണ്, തസവ്വജനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ശവ്വാൽ വബനാബി ഫി ശവ്വാൽ, എന്നെ നബി തങ്ങൾ വിവാഹം ചെയ്തത് ശവ്വാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാനുമായി വീട്ടിൽ കൂടിയതും ശവ്വാൽ. ഫഅയ്യു നിസാഇഹി കാന അഹ്ലാ ഇൻദഹു മിന്നി, ഏതൊരു ഭാര്യയാണ് എന്നെക്കാളും നബി തങ്ങൾക്ക് സൗഭാഗ്യവതിയായിട്ടുള്ളത്? ശവ്വാലിൽ വിവാഹം നടന്നതുകൊണ്ടായിരുന്നു. മാത്രമല്ല വകാനത് ആയിഷ റളിയല്ലാഹു അൻഹാ തസ്തഹിബ്ബു അൻ തദ്ഖുല നിസാഅഹാ ഫി ശവ്വാൽ, ഏതെങ്കിലും ഒരു സ്ത്രീയെ വീട്ടിക്കൂട്ടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, വീട്ടിക്കൂട്ടാന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും സംഗമിക്കുവാനുള്ള ഒരു സാഹചര്യം, വീട്ടിക്കൂടും. അങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ ആയിഷ ബീവി ശവ്വാലിൽ തന്നെയായിരുന്നു വീട്ടിക്കൂട്ടിയിരുന്നത്. എന്തിനു വേണ്ടി? നേരത്തെയുള്ള ഈ ജാഹിലിയ സിദ്ധാന്തം ഇല്ലായ്മ ചെയ്യാൻ. ഇത് നമുക്കൊരു പുതിയ വാർത്തയാണ്. ശവ്വാലിനെ നമ്മളങ്ങനെ ശവ്വാലിൽ നിക്കാഹ് സുന്നത്താക്കിയത് അതുകൊണ്ടാണ്. ഈ ഒരു ആശയം ഇനി ഈ സമുദായത്തിൽ പാടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശവ്വാലിൽ ആയിഷ വിവാഹം കഴിച്ചു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ശവ്വാലിൽ വിവാഹം കഴിക്കൽ സുന്നത്താണ് എന്ന അധ്യായത്തിലാണ് ഈ ഹദീസ് കൊണ്ടുവന്നത്. എവിടെ ഷൂമ, എവിടെ പോയി, എവിടെ ഷൂ? ഒരു വലിയൊരു നഹ്സ് ശവ്വാലിലുണ്ട് എന്നവിടെ അറബികളിൽ നേരത്തെയുള്ള ആ വിഷയം, ആശയം ഇതോടുകൂടി സ്വഹാബത്തിൽ ഇല്ലാതെയായി. ഇത് മഹാനായ ഇബ്നു റജബ് തന്റെ ലത്വായിഫുൽ മആരിഫ് 114 115 ശരിക്ക് വിവരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹായെ ശവ്വാലിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തത്. അത് വേറെ ഹദീസുണ്ട്, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, സഫറിലും ഇങ്ങനെയൊന്നും പാടില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ടല്ലോ. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന് സ്വന്തം മകൾ ഫാത്തിമയെ റളിയല്ലാഹു അൻഹായെ വിവാഹം ചെയ്തു കൊടുത്തത്, നബി തങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തത് സഫറിലായിരുന്നു. അതുകൊണ്ട് ഫിഖ്ഹ് വന്നു, ശവ്വാലിലും സഫറിലും നിക്കാഹ് സുന്നത്താണ്. സഫറിൽ സുന്നത്തില്ല, സഫറിൽ സുന്നത്തുണ്ട് എന്നുള്ളത് അധികം ആളുകൾക്കും അറിയാത്തതാണ്. ഫാത്തിമ ബിവിയെ നബി തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്തു കൊടുത്തത് സഫറിലായിരുന്നു. അങ്ങനെ ഫിഖ്ഹ് വന്നു. ഫതുഹുൽ മുഈനിന്റെ മത്നൊരു ശറഹ് നിഹായത്തു സൈദ്, ആ കിതാബിൽ ശവ്വാലും സഫറും സുന്നത്താണ്, നിക്കാഹിന് സുന്നത്താണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. തുഹഫയിൽ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ശവ്വാലിൽ നിക്കാഹ് സുന്നത്താണ്, അത് പള്ളിയിൽ നിന്നായിരിക്കും സുന്നത്താണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചിലരൊക്കെ മനസ്സിലാക്കി ശവ്വാലിൽ സുന്നത്താണെന്ന് പറഞ്ഞാൽ ശവ്വാലല്ലാത്തതിൽ ശുമാണ്, ലക്ഷണക്കേടാണ്. ഒരു സമയം പറഞ്ഞു, നല്ലൊരു സമയം പറഞ്ഞു. അതല്ലാത്ത സമയത്ത് ചെയ്യുന്നതൊക്കെ ഒരു ദുശഗുണമായി കാണുന്ന സ്വഭാവം നമ്മിൽ ചിലർക്കുണ്ട്. അത് ശരിയല്ല. അതൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കിയ വിഷയം പിന്നെ അവിടെ വേറൊന്നുമില്ല.
അതിന്റെ എതിര് വേറൊന്ന് മനസ്സിലാക്കാനും പറ്റില്ല. ഇതിന്റെ അടിസ്ഥാനം അതാണ്. എന്തുകൊണ്ടാണ് നബി തങ്ങൾ ഈ നിക്കാഹ് ശവ്വാലിലും സഫറിലും സുന്നത്താക്കിയത്? ഈ ഒരു അന്ധവിശ്വാസം പാടില്ല എന്നുള്ള അന്ധവിശ്വാസം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാ. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഖുർആനിൽ തന്നെ ഞാൻ നേരത്തെ ഓതിയ ആയത്ത് സൂറത്ത് ഫുസ്സിലത്ത് 16-ാമത്തെ ആയത്തിൽ ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ അയ്യാമിൻ നഹിസാ, നഹ്സുള്ള ദിനങ്ങളിലാണ് അവർക്ക് ശക്തമായ കൊടുങ്കാറ്റ്, തണുപ്പിന്റെ കൊടുങ്കാറ്റ് അവർക്ക് അടിച്ചു വീശിയത്. ഏതും കൂട്ടർക്കാണ് സംഭവിച്ചത്. അവിടെ ഫീ അയ്യാമിൻ നഹിസാത്തിൻ, നഹസിന്റെ ദിനങ്ങളിൽ എന്ന് പറഞ്ഞു. അപ്പൊ അയ്യാമുൻ നഹിസാത്ത് എന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാൻ നിർബന്ധമല്ലേ? വിശുദ്ധ ഖുർആനാണ് നഹസുള്ള ദിനങ്ങൾ അയ്യാമുൻ നഹസാത്ത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരായത്തിൽ പറഞ്ഞു ഫീ യൗമി നഹസിൻ മുസ്തമിർ, സൂറത്തുൽ ഖമർ സൂറത്തിൽ പറഞ്ഞു ഫീ യൗമി നഹ്സിൻ മുസ്തമിർ, ഈ കൊടുങ്കാറ്റ് നഹ്സ് സ്ഥിരപ്പെട്ട ഒരു ദിനത്തിൽ സംഭവിച്ചു. യൗമുൻ നഹ്സ് അയ്യാമുൻ നഹ്സാത്ത് ഉണ്ട് എന്നത് ഖുർആനിന്റെ നസ്സാണ്. ഇതിനെ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. നഹ്സുള്ള ദിനങ്ങൾ എന്ന് ഖുർആനിന്റെ നസ്സാണ്. അത് നമ്മൾ വിശ്വസിക്കുക തന്നെ വേണം. അതിൽ യാതൊരു പന്തികളും ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ഈ നഹസ് ആർക്കാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. ഇത് ചിലർ മനസ്സിലാക്കിയത് എല്ലാവർക്കും ഈ നഹ്സ് ഉണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണത് മനസ്സിലാക്കുക? നഹ്സ് എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ ശുഉമ്, ദുശ്ശകുനം കാണുക എന്നുള്ളതാണ്. ഒരാൾ എന്താണ് ഒരു സമയത്ത് ദുശ്ശകുനം, ഒരു ദുർലക്ഷണം കാണുന്നത്? ആ സമയത്ത് അവർക്കെന്തോ സംഭവിച്ചതുകൊണ്ടല്ലേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വ്യാഴാഴ്ച സഫർ പോയി, ഗൾഫിൽ പോയി, നല്ല ബിസിനസ് നടത്തി, നല്ല സന്തോഷത്തോടു കൂടി തിരിച്ചു വന്നു. ആരെങ്കിലും പറയോ ഞാൻ പോയ വ്യാഴാഴ്ച മോശം? പറയോ? ചിന്തിച്ചു. കൂട്ടരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുങ്കാറ്റടിച്ച് അടിച്ചുകൊണ്ട് അവരെ നശിപ്പിച്ചു. ഹൂദ് നബി അലൈഹിസ്സലാമിനും അനുയായികൾക്കും മുഅ്മിനുകൾക്കും ഇവിടെ എന്താണ് ഉണ്ടായത്? നഹ്സോ സഅദോ? ഇവിടെ എങ്ങനെ വിശ്വാസികൾക്ക് നഹ്സ് സംഭവിക്കുന്നത്? ആ മുസീബത്ത് അവർക്കാണ്. അവരെ നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ നശിപ്പിച്ച ദിനത്തിനാണ് യൗമുൻ നഹ്സ്, അയ്യാമുൻ നഹ്സാത്ത് എന്ന് ഖുർആൻ പറഞ്ഞു. ഇത് മുഫസ്സിറുകളെല്ലാം വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന സ്വഭാവം പാടില്ല. ആയത്ത് കാണുമ്പോൾ ആയത്തിന് നമ്മൾ സ്വന്തം അർത്ഥം വെക്കാൻ പാടില്ല. എന്താണ് മുഫസ്സിറുകൾ പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിച്ചേ പറ്റൂ. ഈ ആയത്തുകൾക്കെല്ലാം മുഫസ്സിറുകൾ വ്യക്തമായി അതിന്റെ ആശയം എന്താണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കി, മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നു, ഇസ്തദല്ലൽ അഹ്കാമിയൂന മിനൽ മുനജ്ജിമീൻ, ജ്യോത്സ്യന്മാരായ ആളുകളാണ് ഈ ആയത്ത് കൊണ്ട് ചില ദിവസങ്ങൾക്ക് നഹ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇസ്തദല്ലൽ أحكاميون من المنجمين بهذه الآية على أن بعض الأيام قد يكون نحسا وبعضها قد يكون سعدا. നഹ്സിന്റെ നേരെ എതിരാണ് സഅദ്. നഹ്സ് എന്ന് പറഞ്ഞത് വളരെ മോശപ്പെട്ട, മറ്റേതോ മോശമില്ലാത്ത. ഇതാണ് സഅദ്. നഹ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സഅദ്. ഇങ്ങനെ നഹ്സും സഅദും കണ്ടുപിടിച്ചു ചില ജ്യോത്സ്യന്മാരാണ്. അത് നക്ഷത്ര കണക്ക് കൂട്ടി
കാര്യങ്ങൾ പ്രവചിക്കുന്ന ആള്, നക്ഷത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആള്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ തത്സമാത്തുകാർ ജ്യോത്സ്യന്മാരുടെ ഈ നക്ഷത്രത്തിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഈ ആയത്തിൽ നിന്ന് തെളിവുപിടിച്ചത് നഹ്സും ഷായദുമുണ്ട് എന്ന്. ആരാണിത് പറയുന്നത്? വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ തഫ്സീറുൽ കബീറിന്റെ രചയിത മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. അജാബൽ മുതകല്ലിമൂൻ, ഈ വാദത്തിനെ മുതകല്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ പണ്ഡിതന്മാർ, വിശ്വാസമുള്ള പണ്ഡിതന്മാർ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. ബിഅൻഖാലു അയ്യാമുൻ ഐസാത്തിൻ ഐദവാതു ഉബാരിൻ വതുറാബ് സായിറു ലാ യകാദു യുബ്സിറു ഫീഹി വയതസറഫ്. അവർക്ക് സംബന്ധിയാമുൻ ഐസാത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പൊടിപടലങ്ങൾ, കാറ്റടിച്ചപ്പോൾ പൊടിപടലങ്ങളൊക്കെ ഉയർന്നു, അവർക്കൊന്നും കാണാൻ കഴിയുന്നില്ല, ഒന്നും കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. ഇതിനെ സംബന്ധിച്ചാണ് അയ്യാമുൻ നഹ്സാത്ത് എന്ന് പറഞ്ഞത്. ഒരു മറുപടി. وأيضا قالوا معنى كون هذه الأيام نحسات أن الله أهلكهم فيها. എന്താ ഈ ദിവസങ്ങളിൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചതുകൊണ്ടാണ് ഈ ദിനങ്ങൾക്ക് അയ്യാമുൻ നഹ്സാത്ത് എന്ന് പറയാൻ കാരണം. വേറെ ഒന്നുമല്ല. ആർക്കാണ് ഇത് സംഭവിച്ചത്? ഈ ദിനത്തിനെ ഒരു ദുർലക്ഷണമായി കണ്ടത് അവരാണ് കണ്ടത്. അവർക്കാണല്ലോ മുസീബത്ത് സംഭവിച്ചത്. അതുകൊണ്ട് ചില ദിവസങ്ങൾക്ക് ആദും കൂട്ടറെ നശിപ്പിച്ചതിന്റെ ആ ഷൂമെങ്ങനെ മുസ്ലിം സമൂഹത്തിന് വരിക, വിശ്വസിച്ച കക്ഷികൾക്ക് വരിക? ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഐഫി യൗമിൻ കാന മശ്ഊമൻ അലൈഹിം, അവരുടെ മേൽ ശൂമാക്കപ്പെട്ട, ദുർലക്ഷണമാക്കപ്പെട്ട, ദുശകുനമാക്കപ്പെട്ട ദിവസത്തിൽ അലൈഹിം ശൂമ അവർക്കാണ് ഉണ്ടായിട്ടുള്ളത്. വഖാല ഇബ്നു അബ്ബാസ് ഐഫി യൗമിൻ കാനു യതശാഅമുന ബിഹി, ഈ ദിവസം കൊണ്ട് അവർ ദുർലക്ഷണമായി കണ്ട ദിനമാണ്. എന്ന് പറഞ്ഞതിനാണ് വ്യാഖ്യാനം പറയുന്നത്. അവർ ദുശകുനം കണ്ട ദിനമായിരുന്നു അത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വിഷയത്തിൽ അവ്യക്തത ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആർക്കാണ് ഇതിൽ സംശയമുള്ളത്? മുഫസ്സിറുകൾ പറഞ്ഞതനുസരിച്ച് അർത്ഥം വെക്കണം. അവരാണ് അതിന്റെ ശൂമ കണ്ടത്. ഇത് അതൊരു ബുധനാഴ്ചയായിരുന്നു സംഭവിച്ചത്. ബുധനാഴ്ചയായിരുന്നു. ഈ നാശ ദിനം അവർ നാശായി കണക്കാക്കിയ, ഷൂമായി കണക്കാക്കിയ ദിവസം ഏതായിരുന്നു? ബുധനാഴ്ച. ഇബ്നു അബ്ബാസ് പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന ആഖിറു അർബിയാഇൻ ബിശഹ് അഫ്നാ സഗീറഹും വകബീറഹും, മാസത്തിലെ ഒടുവിലെ ബുധൻ അവരുടെ ചെറിയവരെയും വലിയവരെയും അല്ലാഹു നശിപ്പിച്ചു. തഫ്സീർ ജലാലിയിൽ കാണാം, ആ ദിവസം മാസത്തിലെ ഒടുവിലെ ബുധനായിരുന്നു. അപ്പോ മാസാവസാനത്തിലെ ബുധൻ, ഒടുവിലെ ബുധൻ എല്ലാവർക്കും നയസാണെന്ന് അത് വിധിച്ചോ? ഇല്ല. ആ സംഭവം ഉണ്ടായത് മാസത്തിലെ ഒടുവിലെ ബുധനായിരുന്നു എന്നാണ് പറഞ്ഞത്. അതാ പറഞ്ഞത്, കാളപ്പെറ്റു എന്ന് പറയുമ്പോൾ കയറെടുക്കാൻ പാടില്ല. ആ സംഭവം ഉണ്ടായിരുന്നത് മാസത്തിലെ ഒടുവിലെ ബുധനായിരുന്നു. ആ ഒടുവിലെ ബുധൻ അവർ നയസായി കണ്ടു. മുഅ്മിനീങ്ങൾക്ക് ഇവിടെ സന്തോഷമല്ലേ ഉണ്ടായി? ഫിറൗനെയും ഖൗമിനെയും അല്ലാഹു നശിപ്പിച്ചു. എപ്പോഴും മുഹറം 10ാമത്തെ ദിവസം ആശൂറ. ആശൂറായിന്
നമ്മൾ മുസ്ലിങ്ങൾ റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് പോലും എന്ത് ചെയ്യുന്നു? ആ ദിവസത്തെ ആദരിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ആ ദിവസത്തിന് ഷൂം വേണ്ടോ? ആദം കൂട്ടർ നശിപ്പിച്ച് ആ ദിവസം നഹ്സായി. എല്ലാ ദിവസത്തിനും ഒടുവില മുതൽ നഹ്സ എന്ന് പറഞ്ഞാൽ പിന്നെ ആശൂറാ എന്ന നഹ്സ അല്ലാഹു നശിപ്പിച്ചത്. അതുകൊണ്ടാ ഇതിന്റെ ലൈൻ തെറ്റി ഒരു പണ്ഡിതനാവട്ടെ സംസാരിച്ചു പോയാൽ ഒരു ചെറിയ കുഞ്ഞിന്റെ ചോദ്യത്തിന് അവിടെ മറുപടി പറയാൻ കഴിയാതെ എല്ലാം ഒരുപോലെയാണ്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിലേക്ക് ഇവിടെ നഹ്സില്ല. ഖൗലുഹു ഫീ യൗമി നഹ്സി മുസ്തമിർ ഐ ദായിമു ഷൂം ഇസ്തമറ അലൈഹിം. അവരെ മേലിലാണ് ആ ഷൂം നിലനിന്നത്. വസ്തമറ അലൈഹിം ഫീഹിൽ അദാബു ഇലൽ ഹലാൽ. അവരെ നശീകരണം സംഭവിക്കുന്നത് വരെ അദാബ് ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് ബുധനാഴ്ച വരുമ്പോൾ ഒരു വലിയ വിഷയമല്ല. ഇപ്പൊ ഇങ്ങോട്ട് അടിച്ചു കൂടി അള്ളാഹുവിന്റെ ഒരു ആദിയായ സ്വഭാവം അതിപ്പുറം പറയുന്നു. ഇനി നിങ്ങൾ കേട്ടോ, മസ്റൂഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് നബിതങ്ങളിൽ ലഹു ഖാല അതാനി ജിബ്രീൽ, എന്നോടുക്കൽ ജിബ്രീൽ വന്നു. ഖാല യൗമുൽ അർബിആ യൗമുൻ ആസി മുസ്തമിർ. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, യൗമുൽ അർബിആ ബുധനാഴ്ച ദിവസം യൗമുൻ ആസി മുസ്തമിർ, സ്ഥിരപ്പെട്ട നാസിന്റെ ദിനമാണ്. പതിരിപ്പല്ല പറഞ്ഞ ഹദീസാണ്, ഒരു തെറ്റൂല. ഇമാം ഖുർത്തുബി ആ ഹദീസ് വെച്ചുകൊണ്ട് പറയും. ചിലർ പറയില്ലേ യൗമുൽ അർബിആ നാസുൻ എന്ന ഹദീസ് ഉണ്ട്. ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നത് ഈ ഹദീസ് വെച്ചുകൊണ്ട് തന്നെ പറയുന്നത്. അതിനപ്പുറം പറയുമ്പോൾ മഅലൂമുൻ അന്നഹു ലം യർദ് ബിദാലിക അന്നഹു നാസുൻ അല സ്വാലിഹീൻ. ബുധനാഴ്ച ദിവസം സ്വാലിഹീങ്ങൾക്ക് നാസുണ്ട് എന്ന് വന്നിട്ടില്ല. ഇത് വന്നത് അവർക്കാണ്. എത്ര വ്യക്തമായി വാർത്ത വിശദീകരണമാണ്. ബൽ അറാദ അന്നഹു നാസുൻ അലൽ ഫുജ്ജാരി വൽ മുഫ്സിദീൻ. ദുർവൃത്തരായ നാശകാരികളായ ആളുകൾക്കാണ് സംഭവിച്ചത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. കമാ കാനത്തിൽ അയ്യാമുൻ നഹ്സാത്തുൽ മദ്കൂറ ഫിൽ ഖുർആൻ നഹ്സാത്തുൻ അലൽ കുഫാർ. ഖുർആനിൽ അയ്യാമുൻ നഹ്സാത്ത് എന്ന് ഉപയോഗിച്ചത് കുഫാറുകൾക്കാണ്. ഖൗമി ആദും കൂട്ടർക്കാണ് അത് സംഭവിച്ചത്. ലാ അലാ നബിയിഹിം വൽ മുഅ്മിനീന ബിഹി മിൻഹും. അവർ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിച്ചവർക്കോ ആ നാശം സംഭവിച്ചിട്ടില്ല. ഇമാം ഖുർത്തുബി തന്റെ 17-ാം വാള്യം 88-89 പേജിൽ ഇത് വ്യക്തമായി പഠിപ്പിക്കുന്നു. മഹാനായ അബൂ സുഊദ് തന്റെ തഫ്സീറിൽ പറയുന്നത്, قيل كنا آخر شوال من الأربعاء إلى الأربعاء وما عذب قوم إلا يوم الأربعاء. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖൗമിനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ബുധനാഴ്ച നോക്കിയിട്ടാണ് നശിപ്പിക്കാറ്. അല്ലാഹുവിന്റെ ആദിയായ സ്വഭാവം ഖൗമിനെ നശിപ്പിക്കാൻ വേണ്ടി. അന്ന് സംഭവിച്ചത് ശവ്വാലിലെ ബുധനാഴ്ച, സഫറിലും അല്ല. അതാ മനസ്സിലാക്കുന്നത്. സഫറിലും അല്ല, സഫറിലെ ഒടുവിലെ ബുധൻ ദുനിയാവിൽ വലിയ നാശായി. അന്നൊന്നും ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന വിശ്വാസം നിങ്ങൾ ചിന്തിച്ചു. വളരെ മോശപ്പെട്ട വിശ്വാസമാണ്. നബിതങ്ങൾ പഠിപ്പിക്കാത്ത വിശ്വാസമാണ്. നഹ്സിന്റെ ഒരു പട്ടികയും നബിതങ്ങൾ എന്താക്കിയിട്ടില്ല, മുസ്ലിം സമൂഹത്തിന് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഓരോ ദിവസം നഹ്സും ഓരോ ദിവസം ശായതും എന്ന് പറഞ്ഞിട്ട് ഒരു പട്ടിക ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നിട്ടില്ല. അതേ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു പട്ടിക വന്നിട്ടുണ്ട്. അത് അടിസ്ഥാനരഹിതമാണ് എന്ന് ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ ഫത്വയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഇന്ന ദിവസം നഹ്സാണ് എന്ന് പറയുന്ന ചില വിഷയങ്ങൾ അത് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നു എന്ന് ഒരു വിഷയം വന്നിട്ടുണ്ട്. ആ അത് ശരിയല്ല, ആ ഹദീസ് ശരിയല്ല, അത് കളവാണ്. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കളവ് പറഞ്ഞതാണ് എന്നാണ് പഠിച്ച പണ്ഡിതൻ, ഖുർആനും ഹദീസും പഠിച്ച മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ ഫതാവ അൽ-ഹദീസിൽ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോ നഹ്സിന്റെ ദിനങ്ങൾ ഒരു പട്ടിക മുസ്ലിം സമൂഹത്തിനില്ല. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ ചില കലണ്ടറുകളിലെല്ലാം നഹ്സിന്റെ ദിനങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. എല്ലാ സ്ഥാപനത്തിന്റെ അഹ്ലുകാരും
അവരാരായിരുന്നാലും ഇത് ചിന്തിക്കുക തന്നെ വേണം. പണ്ഡിതന്മാരായിരുന്നാലും ഈ വിഷയം ചിന്തിക്കുക തന്നെ വേണം. ഇങ്ങനെ ഒരു പട്ടിക കലണ്ടറിൽ കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് ചിന്തിക്കേണ്ടതാ. ഇതിവിടെ കൊണ്ടുവന്നത് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തൽസമാത്തിന്റെ നുജൂമിന്റെ അഹ്ലികാരാണ്. ഇമാം ബൂനി തന്റെ ശംസുൽ മആരിഫിൽ, അതേപോലെ തന്നെ ഇമാം ദൈറബി തന്റെ മുജറബാത്തിലും നാസിന്റെ ജനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒരു അറബി ഗ്രന്ഥത്തിൽ അങ്ങനെ കൊണ്ടുവന്നു എന്ന് വിചാരിച്ചിട്ട് ഇമാം ബൂനി അല്ലെങ്കിൽ ഇമാം ദൈറബി ഇത് കൊണ്ടുവന്നു എന്ന് വിചാരിച്ചിട്ട് ദീനിൽ അതൊരു അടിസ്ഥാനപരമായി കാണാൻ പറ്റില്ല. ഇമാം ബൂനി എന്ന് വലിയ മഹാൻ തന്നെ എന്ന് യൂസുഫ് നബ്ഹാനി തങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അവരുടെ ഗ്രന്ഥത്തിലും പല അപകടകരമായ വാദങ്ങളുമുണ്ട് എന്ന് മഹാന്മാർ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു തന്നെ അസ്മാഇന്റെ ചില ഫായിദകൾ പറയുന്ന കൂട്ടത്തിൽ അവരുടെ ഗ്രന്ഥങ്ങളിലുള്ള വിഷയങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ശറഈന് വിരുദ്ധമായതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റാസി ഇമാം പറഞ്ഞത് ശരി തന്നെയാണ്, എത്ര ശരി. അല്ലാതെ ദീനിൽ ഒരു അടിസ്ഥാനപരമായി ഒന്നും കാണാൻ പറ്റുന്നതല്ല. അപ്പോ മാവർദി ഇമാം പറഞ്ഞ് നാസിന്റെ ദിനം എന്ന് പറഞ്ഞാൽ ഹലാക്കിന്റെ ദിനമാണ്, ഹലാക്കിന്റെ ദിനമാണ്, അദാബിന്റെ ദിനമാണ്. തഫ്സീർ നോക്കിക്കോ, നമ്മൾ പറയുന്ന നിലക്കല്ല, അതൊരു അദാബിന്റെ ദിവസമാണ്. അത് അവർക്കാണ് സംഭവിച്ചത്. അത് അവസാനത്തെ ബുധനാഴ്ച എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഒടുവിലെ ബുധനും മുസ്ലിങ്ങൾക്ക് നാശാണെന്ന് അർത്ഥം വെക്കാൻ ഒരു പണ്ഡിതനും സാധിക്കുകയില്ല. ഒരു പണ്ഡിതനും, വിവരമുള്ള ഒരു പണ്ഡിതനും അതിനർത്ഥം അങ്ങനെ കൊടുക്കുകയില്ല. ഇനി നിങ്ങൾ നോക്കിക്കോ, തഫ്സീർ ജമൽ അതിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് കിതാബുകളിൽ ബഅദുന്നാസ് എന്ന് പറഞ്ഞാൽ ചില ആൾ പറയാ, ചില ആൾ പണ്ഡിതന്മാരെ കുറിച്ചൊന്നും പറയുന്നത് ചില ആളുകൾ മാസത്തിന്റെ അവസാനത്തിലുള്ള ബുധനാഴ്ചക്ക് വലിയ ദുർലക്ഷണങ്ങൾ. ആ ദിവസത്തെ കുറിച്ച് അല്ലാഹു യൗമുൻ നാഹ്സി മുസ്തമിർ എന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ഒടുവിലെ ബുധൻ ഒരു നാഹ്സ് ചില ആളുകളൊക്കെ കണ്ടു. അതിന് യാതൊരു ന്യായവുമില്ല. അങ്ങനെ വിശ്വസിക്കുന്നതിലേക്ക്, അങ്ങനെ ഒരു ദുഷ്ടഗുണം കാണുന്നതിലേക്ക് യാതൊരു ന്യായവുമില്ല. ആ നാശകാരികൾക്കാണ് ഉണ്ടായത്. ഹൂദ് അവരെ കൊണ്ട് വിശ്വസിച്ചവർക്കോ സംഭവിച്ചിട്ടില്ല. അത് മാത്രമല്ല, ലോകത്ത് വേറെ ഏതെല്ലോ മുഫ്സിദീങ്ങൾ നാശകാരികൾ അവർക്കും എന്തില്ല, ആ നാശം സംഭവിച്ചിട്ടില്ല. ഉദ്ദേശം ആയതും കൂട്ടർക്ക് മാത്രമാണ് ആ നാശ് എന്ന് മനസ്സിലാക്കണം. തഫ്സീർ ജമൽ 4-ാം വാള്യം 245-ാമത്തെ പേജിൽ ഈ ആയത്തിനെ വിശദീയായത്തുകളെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ആയത്തുകളും ഹദീസുകളും പഠിപ്പിക്കുന്നു നേരെ അർത്ഥമല്ല, മുഫസ്സിറുകൾ വ്യാഖ്യാതാക്കൾ പഠിപ്പിച്ചതനുസരിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അങ്ങനെയാണ് ഖുർആന്റെയും ഹദീസിന്റെയും ആശയം മനസ്സിലാക്കാറുള്ളത്. മുഫസ്സിറുകൾ പറഞ്ഞതനുസരിച്ച് ഈ ദിവസങ്ങൾക്ക് ദുശകുനം കാണുക, മാസങ്ങൾക്ക് ദുശകുനം കാണുക എന്നത് ശറഈന്റെ അടിസ്ഥാനത്തിൽ യാതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അങ്ങനെ ലക്ഷണം കാണുന്നവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്.
എന്നിരിക്കെ ഒരു അന്ധവിശ്വാസം, ഇതൊക്കെ ഒരു ജാഹിലിയ വിശ്വാസമാണ് എന്നാണ് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി നമ്മൾ ഖുർആനും ഹദീസും ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി, തഫ്സീറുകളൊക്കെ മനസ്സിലാക്കി ഒരു വിധി കണ്ടെത്താൻ പറ്റുമോ? നമ്മൾ താഴേക്കടയിലുള്ള ആളുകൾ നമ്മൾ ഖുർആനും ഹദീസും മഹാന്മാർ വിശദീകരിച്ചതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഒരു വിധി നമ്മൾ കണ്ടെത്താൻ പറ്റുമോ? പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറുകൾ ചിലപ്പോൾ അതിന്റെ ശരിയായ വശത്ത് ആയിരിക്കില്ല. അതിന് ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ടത് കഴിഞ്ഞുപോയ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഫത്വ ഈ വിഷയത്തിൽ ഉണ്ടോ എന്നാണ്. ഒരു മഹാന്റെ ഫത്വ, ഒരു പണ്ഡിതന്റെ ഫത്വ ഉണ്ടെങ്കിൽ ആ ഫത്വയാണ് നമ്മുടെ ദീനിലെ പ്രധാനമായ തെളിവ്. ആ ഫത്വക്കെതിരായി വേറൊരു ഫത്വ വേറൊരു പണ്ഡിതൻ കൊണ്ടുവന്നാലേ പിന്നെ നമുക്കതിൽ നിന്ന് തെറ്റേണ്ടതുള്ളൂ. എന്നാലും തെറ്റേണ്ടതില്ല. ഒരു പണ്ഡിതന്റെ വീക്ഷണം അതായിരിക്കാം, മറ്റൊരു പണ്ഡിതന്റെ വീക്ഷണം മറ്റൊന്നായിരിക്കാം. തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആണെങ്കിൽ ഫത്വകൾ നമുക്ക് അംഗീകരിക്കാം. എന്നാ നിങ്ങൾ കേട്ടോ, മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു വലിയ ഖാതിമത്തുൽ മുഹഖ്ഖിഖീങ്ങളായ പണ്ഡിതന്മാരിൽ അവസാനം വന്ന മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ഫത്വ ലോക പ്രസിദ്ധമാണ്. കേരളക്കാരനല്ല, അറബിയാണ്, മക്കിയാണ്. മാഷാ അല്ലാഹ്, ഹറമിലെ വലിയ മുഫ്തിയായിരുന്ന മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു മഖ്ദൂം തങ്ങളുടെ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ഉസ്താദായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നത്, അവിടുത്തെ ഫത്വയിൽ പറയുന്നത് കേൾക്കൂ. വസുഇല റളിയല്ലാഹു അൻഹു അനിൽ സുആൽ, വസുഇല റളിയല്ലാഹു അൻഹു അസ്സുആലു അനിൻ നാസ് വസഅ, നാസ് സഅദിനെ സംബന്ധിച്ചുള്ള ചോദ്യം. പകലി രാത്രി യാത്ര പോലത്തതിന് ഇന്ന ദിവസം പറ്റുമോ, ഇന്ന സമയം പറ്റുമോ, അതിന് നാശുണ്ടോ ഇല്ലേ? ശരിക്കും ചോദ്യം മനസ്സിലാക്കണം. ഒരു ഉസ്താദിനോട് ചോദിക്കുന്നത്, ഉസ്താദേ നിക്കാഹ് സുന്നത്തായ സന്ദർഭം ഏതാണ്, മാസം ഏതാണ്, ഏറ്റവും പുണ്യമുള്ള സമയം ഏതാണെന്നല്ല, അതല്ല ചോദ്യം. ഇവിടെ ചോദ്യം എന്താ? ഇന്ന ദിവസം നിക്കാഹ് പോലത്തെ നിക്കാഹ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ സഫർ പോകുന്നതിന് അതിന് നാശുണ്ടോ ഇല്ലേ? അങ്ങനെ പഠിക്കുന്നത്, നിക്കാഹ് കഴിക്കുന്നതിന് സഫർ പോകുന്നത് ഒരു ദുർലക്ഷണമായ ദുഷ്ടകരമായ കാണാൻ പറ്റുമോ? നേരത്തെ ശവ്വാലിൽ നിക്കാഹ് നടത്തിയാൽ ആളുകളൊക്കെ മരിച്ചു പോകുമെന്ന് അത് ആ മാസത്തിൽ ഒരു ദുഷ്ടകരം കണ്ടതുപോലെ, സഫറിന് ദുർലക്ഷണം കണ്ടതുപോലെ, ഇങ്ങനെ ഒരു ദിവസത്തെയും മാസത്തെയും അല്ലെങ്കിൽ പകലാവട്ടെ രാത്രിയാവട്ടെ നാഹസോ ഷായതോ എന്ന് ഒരാൾ ചോദിച്ചാൽ ജവാബ് അതിന് മറുപടി എന്താ പറയട്ടെ? അതിന് ശേഷം നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഒരാളോട് ചോദിച്ചാൽ മറുപടി ഒന്നും കൊടുക്കണ്ട. ഒരു മസല ഒരാൾ ചോദിച്ചാൽ അറിയുന്ന പറഞ്ഞു കൊടുക്കട്ടെ. പറഞ്ഞു കൊടുക്കാൻ ആവശ്യമില്ല. പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എത്ര കുറ്റക്കാരനാണ്. പറയുന്നത് ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ട. ഒന്നും പറയാണ്ട് തിരിഞ്ഞങ്ങോട്ട് ചോദിച്ചതിന് ഒരു മറുപടി പറയണം. ഓൻ ചെയ്യുന്ന ഈ നടപടിക്രമമുണ്ട് തനി സഫാഹത്താണെന്ന് ഓനിക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഈ ചോദിച്ച ചോദ്യം തനി സഫാഹത്താണ്, വിഡ്ഢിത്തരമാണ്. അതിന്റെ ദൂഷ്യത്തെ കുറിച്ച് വ്യക്തമാക്കി കൊടുക്കണം. ഇത് ജൂത സിദ്ധാന്തത്തിൽപ്പെട്ടതാണ്. ഈ നാസും സയദും ചോദിക്കുന്നത് ജൂത സിദ്ധാന്തത്തിൽപ്പെട്ടതാണ്. റബ്ബിൽ തവക്കുൽ ചെയ്യുന്ന മുസ്ലിങ്ങളുടെ ഒരു മാർഗത്തിൽപ്പെട്ടതേയല്ല. എത്ര വ്യക്തത ഫത്വ!
ജൂത സിദ്ധാന്തത്തിൽപ്പെട്ടതാന്ന് പറഞ്ഞാൽ പിന്നെ ആ വിഷയത്തെ പറ്റി ഒരു പഴുതും അവിടെ മുസ്ലിങ്ങൾക്ക് ഒരു പഴുതും അവിടെ ഇല്ല. ഇനി ഒരു വിഷയവും നമുക്ക് ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ആ ഫത്വക്ക് ശേഷം. وما ينقل من الأيام المنقوطة ونحوها عن علي كرم الله وجهه باطل كذب لا أصل له. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇങ്ങനെ ചില നഹ്സിന്റെ ദിനങ്ങളിൽ ഒരു പട്ടിക, ഒരു രൂപം വന്നിട്ടുണ്ട്. അത് ബാത്തിലാണ്, കദിബാണ്. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നു എന്നത് കളവാണ്. അത് വിശ്വസിക്കാൻ പറ്റില്ല. അതിന് അടിസ്ഥാനമേ ഇല്ല. സൂക്ഷിച്ചോളണം. അങ്ങനെ ആരെങ്കിലും ഓരോ ദിവസത്തിന് നാസുണ്ട് എന്ന് പറയുന്നുവെങ്കിൽ സൂക്ഷിച്ചുകൊള്ളണം. ഫതാവൽ ഹദീസിയ 20. ഇബ്നു സിയാദ് തങ്ങളും ഇതേ ശൈലിയിൽ ഫത്വ ചെയ്തു. ഒരു പണ്ഡിതൻ മാത്രമല്ല. ഒരാൾ മറ്റൊരാളോട് ചോദിച്ചു, ഇന്ന രാത്രി അല്ലെങ്കിൽ ഇന്ന ദിവസം ഒരിടപാട് നടത്തുന്നതിന് പറ്റും, അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യുന്നതിന് പറ്റും എന്ന് ചോദിച്ചാൽ ഫലാ യുജാബു ഇല്ലാ ജവാബ്, അവനിക്കും മറുപടി കൊടുക്കേണ്ടതില്ല. ഇബ്നു ഹജർ തങ്ങൾ അതേ മറുപടി തന്നെയാണ് പറയുന്നത്. ലിഅന്ന ശാരിഅ നഹാ അൻ ഇഅ്തിഖാദി ദാലിക്. ശാരി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതത്തിന്റെ നിയമം പറയാൻ അർഹതയുള്ള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് ശാരി, അല്ലെങ്കിൽ അല്ലാഹുവും റസൂലുമാണ് ശാരി. ആ വിശ്വാസത്തെ തടഞ്ഞിട്ടുണ്ട്, വിരോധിച്ചിട്ടുണ്ട്. അത്തരം വിശ്വാസം പാടില്ല. അങ്ങനെ ചെയ്യുന്നവരെ ആരും കണക്കിലെടുക്കേണ്ടതില്ല. ഇത് ഇബ്നു സിയാദ് തങ്ങളുടെ ഫതാവയിൽ കാണാം. അവിടെ തന്നെ പറയുന്നു, ഏത് വിശ്വാസം അനുസരിച്ചിട്ടായാലും അത് ഹറാം തന്നെയാണ്. ചിലർ പറയൂ ആ സമയത്തുള്ള നക്ഷത്രത്തിനെ കൊണ്ട് ഒരു ഉണക്കേട് ഉണ്ടാകുന്നതാണ്. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിലാണ് ഇത് പാടി നാസായി കണക്കാക്കുന്നത് എന്നുള്ള ആ വിശ്വാസമായിരുന്നാലും അല്ലെങ്കിലും മുത്തലക്കൽ നിരുപാധികം ഹറാമ് തന്നെയാണ്. അത്തരം ഏത് ശൈലിയുടെ ആയാലും ദിവസങ്ങൾക്ക് നഹ്സ് കാണുന്നത് തെറ്റാണ്, കുറ്റകരമാണ് എന്നാണ് ഇബ്നു സിയാദ് തങ്ങളുടെ ഫത്വയിൽ ഉള്ളത്. ഇനി ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ അശ്ശമാരിഖ് ഫി ഇൽമി താരിഖ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കൂടി കാണുക. اشتهر على ألسنة الناس أن يوم الأربعاء هو المراد في قوله تعالى في يوم نحس مستمر، وتشاءموا به وهو خطأ فاحش، لأن الله سبحانه وتعالى قال في أيام نحسات وهي 8، فيلزم أن تكون الأيام كلها نحسات، فإنما المراد نحس عليهم. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് പറയുന്നു, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ നഹ്സ് ദിനം കൊണ്ട് ഉദ്ദേശ്യം ബുധനാഴ്ചയാണ് എന്ന് ജനസംസാരമുണ്ട്. പ്രസ്തുത ദിനത്തിന് ജനങ്ങൾ ദുശകുനം കാണുകയും ചെയ്യും. എന്നാൽ ഇത് തനിച്ച പിഴവാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ നഹ്സിന്റെ ദിനങ്ങൾ 8 ആയിരുന്നു. അപ്പോൾ എല്ലാ ദിനങ്ങളും നഹ്സിന്റെ ദിനങ്ങളാണെന്ന് പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ ഖുർആനിലെ നഹ്സ് ദിനങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശം സത്യനിഷേധികൾക്ക് നഹ്സ് ഉണ്ട് എന്നാണ്. ഇമാം ഷാവി തങ്ങൾ പറയുന്നത് കാണുക, വഹുവ യൗമു മുബാറകിൻ അലാ ഹൂദിൻ വമൻ തബിഅഹു ഫഹുവ യൗമു നഹ്സിൻ അലൽ കാഫിരീൻ വയൗമു മുബാറകിൻ അലൽ മുഅ്മിനീൻ. ഹൂദ് നബി അലൈഹി സ്വലാമിനും അവരെ പിന്തുടർന്നവർക്കും ബുധനാഴ്ച ബറക്കത്തുള്ള ദിനമായിരുന്നു. എന്നാൽ സത്യനിഷേധികളായ കാഫിറുകൾക്ക് അത് നഹ്സിന്റെ ദിനമായിരുന്നു. ജലാലൈനിയുടെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം ഷാവി പറഞ്ഞതാണിത്. ആകയാൽ ഇസ്ലാമിനെതിരായ ഇസ്ലാം നേരത്തെ ഉള്ള അന്ധവിശ്വാസങ്ങളെ, ആ ചില ജാഹിലിയ ആശയങ്ങളെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ അവരുടെ ഫത്വ, ഞാൻ നേരത്തെ പറഞ്ഞ വിശദീകരണങ്ങളൊന്നും കൂടാതെ തന്നെ ഫത്വ മാത്രം വെച്ചുകൊണ്ട് തന്നെ ഇത്തരം ദുഷിച്ച ചിന്താഗതി സമൂഹത്തിൽ പാടില്ല എന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.